ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഉമ്മാൻ്റെ ചാനലിൽ മോളാണ് ഇന്ന് വീഡിയോ ഇടുന്നത്, നെതർലാൻഡിൽ നിന്ന്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇക്കാൻ്റെ ബോസ് ഞങ്ങളെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, ഇവിടെ നെതർലാൻഡിൽ ഞങ്ങളെ വീട്ടിൽ. അപ്പോൾ കുറേ കാലമായി പറയുന്നത് ഒരു ദിവസം വന്നിട്ട് ഞാൻ സ്പാനിഷ് ഓംലേറ്റ് ഉണ്ടാക്കി തന്നെ. അവിടുത്തെ ഫേമസ് ഒരു ഡിഷാണ് സ്പെയിനിലെ സ്പാനിഷ് ഓംലേറ്റ് എന്ന് പറയുന്നത്. ഭയങ്കര ടേസ്റ്റിയാണ്. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു എന്താണ് ഇപ്പോൾ ഈ സാധാരണ ഓംലേറ്റിൽ നിന്നും ഇതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിഷ് എന്താണെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഉണ്ടാക്കി വന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ശരിക്കും നമ്മളെ നാട്ടിൽ നമ്മൾ എന്താ പറയുക ചട്ടിപ്പത്തിരിയൊക്കെ ഉണ്ടാക്കുമല്ലോ, അതുപോലെ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ വേണ്ടുള്ളൂ. കുറച്ച് ഉള്ളിയും കോഴിമുട്ടയും പിന്നെ പൊട്ടാറ്റോവും. മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഇതിൽ പൊട്ടാറ്റോ ആണ്. അപ്പോൾ ഈ പൊട്ടാറ്റോ സ്ലോ ആയിട്ടാണ് ഇത് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ടേസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഹൈ ഫ്ലെയിമിലല്ല ഇത് കുക്ക് ചെയ്യുന്നത്. ഈ സ്ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര എന്താ പറയുക സോഫ്റ്റ് ആയിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. നല്ല ടേസ്റ്റുമാണ്. രാവിലെ കുട്ടികൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മടി കാണിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനത്തെ ഒരു ഡിഷൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല ഹെവി ആയിരിക്കും ചെയ്യും. അതുപോലെ തന്നെ കുട്ടികൾ കഴിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഡിഷ് ഉണ്ടാക്കുന്നത്. കാരണം ബോസ് പറയുന്നുണ്ട് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, നമുക്ക് കണ്ടു നോക്കാം. Hello, my name is Ignacio. I'm here today invited by my friend Saji, and we are going to prepare the most famous dish, Spanish dish, that is Spanish omelette. Okay? The first thing is to tell you which are the ingredients. It is very simple recipe, okay? And we have only 4-5 ingredients that are onions, potatoes, eggs, and we are using a little bit of salt and oil to fry the potatoes and the onions. Okay. We will use half kg onion, 1 kg potatoes, and for this omelette we will use almost 10 eggs to make a big omelette in this pan that we have in the back. അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് 1/2 kg ഉള്ളി എടുത്തിട്ടുണ്ട്, 1 കിലോ പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്, ഒരു 10 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. പൊട്ടാറ്റോ നമ്മൾ സ്ലോ ആയിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. കുറച്ചുകൂടെ ഹെൽത്തി വേർഷൻ വേണമെങ്കിൽ ഒലിവ് ഓയിൽ യൂസ് ചെയ്യാം, പക്ഷേ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ടേസ്റ്റ് സൺഫ്ലവർ ഓയിലാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ഓയിൽ ചൂടായിട്ടാണ് നമ്മൾ ഇതിലോട്ട് പൊട്ടാറ്റോ ഇട്ട് കൊടുക്കുന്നത്. കൻ്റെ ബോസാണ് അത്, ഇഗ്നേഷ്യോ എന്നാണ് പേര്. അവർ സ്പെയിനിലാണ്. അപ്പോൾ ഈ ഓയിൽ ചൂടായ ശേഷം ഞങ്ങൾ ഇതിലേക്ക് പൊട്ടാറ്റോ ഇട്ട് കൊടുത്തു. ഞാനല്ല, കൻ്റെ ബോസാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് നാട്ടിൽ നിന്ന് കൊടുക്കുന്ന ഇൻഡക്ഷൻ്റെ അടുപ്പാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഇവിടുത്തെ അടുപ്പ് ചൂട് ഇത്തിരി കുറവാണ്. നമ്മൾ നാട്ടിലെ ഗ്യാസിനേക്കാളും ചൂട് കുറച്ച് കുറവാണ്. ഇതിന് നല്ല ഹൈ ഫ്ലെയിം വേണം ഇടുന്ന സമയത്ത്. പിന്നെ സ്ലോ ആയിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പം ഞാൻ നാട്ടിൽ നിന്ന് കൊടുന്നൊരു ഇൻഡക്ഷൻ്റെ അടുപ്പുണ്ട് എൻ്റെ കയ്യിൽ, അത് വെച്ചിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കുക്കിങ്, നന്നായിട്ട് കുക്ക് ചെയ്യും ആള്. ഇവിടുത്തെ ഒരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഇൻഡക്ഷൻ അടുപ്പാട്ടോ. ഞങ്ങളെ ഇവിടെയുള്ള അടുപ്പ്, ഇവിടെ മിക്ക വീടുകളിലും ഇങ്ങനത്തെ അടുപ്പാണ് ഉണ്ടാവുക. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഇങ്ങനെ ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മൾ ചിക്കൻ പൊരിക്കുക അതുപോലെ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലും ഞാനിങ്ങനെ എൻ്റെ നാട്ടിൽ നിന്ന് കൊടുന്ന അടുപ്പാണ് ഞാൻ എടുക്കാറ്. പൊട്ടാറ്റോ ഏകദേശം ഇങ്ങനെ വെന്ത് വരുന്ന സമയത്താണ് ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി. ഇവിടുത്തെ ഉള്ളി വൈറ്റ് കളർ ഉള്ളിയാട്ടോ. ഇവർ യൂസ് ചെയ്യുന്നത്, ഈ സ്പാനിഷ് ഓംലേറ്റിൽ യൂസ് ചെയ്യുന്നത് വൈറ്റ് കളർ ഉള്ളിയാണ്. നമ്മൾ നാട്ടിൽ യൂസ് ചെയ്യുന്ന ഉള്ളിയല്ല. എനിക്ക് തോന്നുന്നു നാട്ടിൽ യൂസ് ചെയ്യുന്ന ഉള്ളിയും ടേസ്റ്റ് ഉണ്ടാവും, പക്ഷെ ഇവിടെ ഇവർ യൂസ് ചെയ്യുന്ന അങ്ങനത്തെ ഉള്ളിയാണ്. ഉള്ളി ഇട്ടതിന് ശേഷം ഒരു 2 to 3 മിനിറ്റ്സേ കുക്ക് ചെയ്യുന്നുള്ളൂ. ആ സമയത്ത് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഞങ്ങളിവിടെ കുറച്ച് അധികം ഉള്ളതുകൊണ്ട് കുറച്ച് നമ്മൾ ഇവിടുത്തെ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെന്തപ്പോൾ ഞങ്ങളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കൊടുത്തു. ഇത് പാത്രത്തിലേക്ക് മാറ്റിയിട്ടതിന് ശേഷം കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ അങ്ങനെ ഉപ്പ് ഇടണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നമ്മൾ എണ്ണയിൽ നിന്ന് കോരുന്ന സമയത്ത് ചിലപ്പോൾ ഉപ്പ് കുറവായിരിക്കും ഈ ഓയിലും പൊട്ടാറ്റോയിലും. So now you can take a piece of potato and you can taste it to check if it is soft and well cooked, okay? But doesn't have to be crispy, okay? It has to be very soft.
Perfect. ഇപ്പോൾ അവർ ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ് എങ്ങനെ ഉണ്ടെന്ന്. പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ക്രിസ്പി ആവാൻ പാടില്ല, സോഫ്റ്റ് ആയിരിക്കണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ ആകുമ്പോഴാണ് നമ്മളിത് എടുക്കേണ്ടത്. ടേസ്റ്റ് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. സോഫ്റ്റ് ആയിരിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ പൊട്ടാറ്റോ. അപ്പോൾ അപ്പുറത്ത് പാനിൽ വെച്ചതും ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അത് എടുത്ത് മാറ്റിയാണ്. ഇനി ഈ മിക്സ് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കോഴിമുട്ടയിലിട്ടിട്ട് മിക്സ് ചെയ്യാണ്. എന്നിട്ട് നമ്മളൊരു പാൻ ചൂടാക്കിയിട്ട് കുറച്ച് ഓയിൽ തടവിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ സാധാരണ എന്താ പറയുക ഓംലേറ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെ കുറച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. So now the next step, you have to mix the whisk eggs with the fried potatoes with onion. Okay? Now we just mix all ഇപ്പൊ together. നമ്മൾ പറഞ്ഞല്ലോ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കോഴിമുട്ട ഈ വേവിച്ച് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം പാനിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ മോൻ നല്ല സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. എന്റെ ചെറിയ മോനാണ്. അവരുടെ ഫ്രണ്ട്സ് എല്ലാരും കൂടെ കളിക്കുന്ന ഇതാണ് കാണുന്നത് ഇവിടെ. Ezin, my name is Ezin. Hello, Puppy. Hi, you can say hi. Where's the seagull? Hey, what did you do, man? Okay. You can taste it. Be careful. Taste it. Okay. So now, It's hot, huh? Yeah. very hot. There. No camera for Sagi. No camera for Sagi. I know this. Be careful. No, but The snake is there. He's like it. I He can loves it. taste it. So now we bring this to the. ഇനി ഞങ്ങളതൊരു പാൻ ചൂടാക്കിയിട്ട് അതിക്ക് കുറച്ച് ഓയിൽ തടവിയിട്ട് അതിക്ക് ഒഴിച്ചു കൊടുത്തു. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചത് ഇപ്പോൾ കണ്ടല്ലോ. എൻ്റെ ഇൻഡക്ഷൻ്റെ അടുപ്പിൽ ചൂടിരിക്കുന്നത് 1000-ലാണ്. നമ്മൾ ഗ്യാസിൽ വെക്കുകയാണെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളിത് അടച്ചു വെക്കണം. അടച്ചു വെച്ചൊരു 15 മിനിറ്റ്സ് നമ്മൾ അടച്ചു വെക്കണം. ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഞാനൊന്ന് തീ കുറച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഫ്ലെയിമല്ല ചൂടൊന്ന് കുറച്ച് കൊടുക്കുന്നുണ്ട്. അടച്ചു വെച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ടാണ് ഇത് ഫ്ലിപ്പ് ചെയ്യുന്നത്. അത് മറിച്ചിട്ട് കൊടുക്കുകയാണ്. Ole! Ole! Now I need you to. Quita I need you to someone to remove this. No, you can. One oil. No, I will take this like this. Cuidado. Vale. Ole! Ole, Ignacio. My God. Vale, ya está, ya lo tienes. Okay, need some, a little bit of oil here. Oil here. Ahí. Very good. Wow. Ole. Come on. ഇപ്പൊ ഫ്ലിപ്പ് ചെയ്തത് വീണ്ടും അതിന്റെ അടിഭാഗം വേവിക്കണല്ലോ. അതൊരു പാനിലിട്ടിട്ട് വേവിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് സ്പാനിഷ് ഓംലേറ്റ് കുക്ക് ചെയ്ത് വരുമ്പോൾ ഉണ്ടാവുക. ശരിക്കും കേക്ക് പോലെ തന്നെ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടമാവും. ഒരു പീസ് കഴിച്ചാൽ തന്നെ നല്ല ഹെവി ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതുതായിട്ട് കാണുന്നവരാരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. അസ്സലാമു അലൈക്കും.